ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 കഴിഞ്ഞ വേരിയസ് LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ കോഡ് 170/2024. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. 1793 കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഏതൊക്കെ പ്രദേശങ്ങളിലായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒഡീഷ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥൻ ആരാണ്? ജോൺ ഷോറാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോറ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിവെക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർമാരാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ആരാണ്? സെമീന്ദാർമാരാണ്. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം സെമീന്ദാർമാർക്കായിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന മുഴുവൻ പ്രദേശത്തെയും ഉടമസ്ഥ അവകാശം ആർക്കായിരുന്നു? സെമീന്ദാർമാർക്കായിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം കർഷകർ കുടിയാന്മാരാവുകയും സെമീന്ദാർമാർ ഭൂവുടമകളായി മാറുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം യഥാർത്ഥ കർഷകർ കുടിയാന്മാരാവുകയും സെമീന്ദാർമാർ ഭൂവുടമകളായി മാറുകയും ചെയ്തു. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. അതുമാത്രമല്ല, നികുതി പണമായി തന്നെ നൽകണമായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ നികുതിയായിട്ട് ഉൽപ്പന്നങ്ങളാണ് നൽകിയിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പണമായി തന്നെ നൽകണമായിരുന്നു. അതുപോലെ കർഷകർ വിളവിൻ്റെ 60% നികുതിയായി നൽകേണ്ടിയിരുന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ കർഷകർ വിളവിൻ്റെ 60% നികുതിയായി നൽകേണ്ടിയിരുന്നത്. റേട്ട് വാരി വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാക്കിയത്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമാണ് റേട്ട് വാരി. ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമാണ് റേട്ട് വാരി. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് എവിടെയാണ്? വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നീ പ്രദേശങ്ങളിലാണ്. റേട്ട് വാരി സമ്പ്രദായം ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥയാണ്. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി. ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത്. ദാദാഭായ് നവറോജിയുടെ പ്രധാനപ്പെട്ട ബുക്കാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഏതാണ്? പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത് ദാദാഭായ് നവറോജിയുടെ ബുക്കാണ്. ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജിയാണ്. എന്താണ്? ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം എന്നാണ്? 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ആദ്യ റെയിൽവേ പാത ബോംബെ ടു താനെ ആണ്. ആദ്യ റെയിൽവേ പാത ഏതാണ്? ബോംബെ ടു താനെ ആണ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. എന്താണ്? ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലും PSC ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ച നാട്ടുരാജ്യം ഏതാണ്? അവധാണ്. നമ്മൾ പറഞ്ഞു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഏത് വർഷമാണ്? 1848 എന്നാൽ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാണ്? കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. 1859 ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത്. ദത്തവകാശ നിരോധന നിയമം 1848 നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. പിൻവലിച്ചത് 1859 കാനിങ് പ്രഭുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളും സ്ഥലങ്ങളും നോക്കാം. നാനാ സാഹിബ് നേതൃത്വം നൽകിയത് എവിടെയാണ്? കാൺപൂരിലാണ്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്ത്യ തോപ്പിയുമാണ്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്ത്യ തോപ്പിയുമാണ്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ. കാൺപൂരിൽ നമ്മൾ പറഞ്ഞു നാനാ സാഹിബും താന്ത്യ തോപ്പിയുമാണ്. ലക്നൗ ബീഗം ഹസ്രത്ത് മഹലാണ്. ജഗദീഷ്പൂർ, ബീഹാറിലെ ആര എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ്. ആരാണ്? ജഗദീഷ്പൂർ, ബീഹാറിലെ ആര എന്നിവിടങ്ങളിൽ കൺവർ സിംഗ് ആണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റു 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 1946 ഡിസംബർ 13 നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയത്തെ അംഗീകരിച്ചത് എന്നാണ്? തൊട്ടടുത്ത വർഷം 1947 ജനുവരി 22 ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം,
സമത്വം, സാഹോദര്യം എന്നിവയാണ്. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർദാസ് ഭാർഗവാണ്. ഒന്നുകൂടി പറയാം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി റിപ്പബ്ലിക്. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റിപ്പബ്ലിക് എന്നാണ്. ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുത്ത വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യമാണ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന കൃതി ആരുടേതാണ്? പ്ലേറ്റോയുടെ കൃതിയാണ് റിപ്പബ്ലിക്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിൽ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുമാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റി സപ്രു കമ്മിറ്റിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് സപ്രു കമ്മിറ്റി. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷനോട് സാദൃശ്യമുള്ള ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. എന്താണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷനോട് സാദൃശ്യമുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1927 മദ്രാസ് സമ്മേളനമാണ്. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനമാണ്. അധ്യക്ഷൻ MA അൻസാരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം.
ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A ഉറപ്പു നൽകുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 2002 86 ഭേദഗതി. എന്താണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 2002 86 ഭേദഗതി. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് 21A. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് 21A. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ്? അത് 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26 നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ എ, വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഈ ഒരു കലാപം അടിച്ചമർത്താനായി നിയമിക്കപ്പെട്ട പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് HV കൊനോലി. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? HV കൊനോലിയാണ്. മാപ്പിള ലഹളയെ തുടർന്ന് സുപ്രധാനമായ മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ നടന്നത് 1921 മാപ്പിള ലഹളയെ തുടർന്ന് മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ നടന്നത് എന്നാണ്? 1921 മാപ്പിള ലഹളകളുടെ തുടർച്ചയായി 1921 നടന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921. പൂക്കോട്ടൂർ യുദ്ധം ബന്ധപ്പെട്ടിരിക്കുന്നത് 1921 മലബാർ കലാപവുമായാണ്. പൂക്കോട്ടൂർ യുദ്ധം 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന സംഭവമാണ്. പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ നേതാവ് വടക്കേ വീട്ടിൽ മുഹമ്മദായിരുന്നു. പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ നേതാവ് ആരായിരുന്നു? വടക്കേ വീട്ടിൽ മുഹമ്മദാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം ഏതാണ്? വാഗൺ ട്രാജഡിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തീവണ്ടി ദുരന്തം വാഗൺ ട്രാജഡിയാണ്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി, രാമൻ നമ്പി. രാമൻ നമ്പി അഥവാ രാമനമ്പിയാണ് കുറിച്യ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്. പ്ലാക്കറ്റ് ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, വെൺകലോൻ കേളു എന്നിവർ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. ആരൊക്കെയാണ്? പ്ലാക്കറ്റ് ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, വെൺകലോൻ കേളു എന്നിവർ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. 1812 നടന്നത്. വയനാട് ജില്ലയിലാണ്. കുറിച്യ കലാപം നടന്ന വർഷം 1812. വയനാട് ജില്ലയിലാണ് കുറിച്യ കലാപം നടന്നത്. എന്തൊക്കെയായിരുന്നു കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ? ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്, വയനാട്ടിലെ ഗോത്രവർഗക്കാർ ചെയ്തിരുന്ന വെട്ടിച്ചുട്ട് കൃഷി നിഷേധിച്ചത്.
എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്? നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തത്, വയനാട്ടിലെ ഗോത്രവർഗക്കാർ നടത്തിയിരുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് അനുമതി നിഷേധിച്ചത്. കുറിച്യ കലാപത്തിന് കാരണമായ നികുതി പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? തോമസ് വാർഡനാണ്. കുറിച്യ കലാപത്തിന് കാരണമായ നികുതി പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡനാണ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് TH ബേബർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് പറഞ്ഞത് TH ബേബറാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു. ബ്രിട്ടീഷുകാർ രാമനമ്പിയെ വധിച്ചത് 1812 മെയ് 1-നാണ്. രാമനമ്പിയെ വധിച്ചത് എന്നാണ് 1812 മെയ് 1-നാണ്. കുറിച്യ കലാപം അടിച്ചമർത്തപ്പെട്ടത് 1812 മെയ് 8-നുമാണ്. രാമനമ്പിയെ വധിച്ചത് 1812 മെയ് 1-ന്. കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8-നാണ്. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏതാണ്? കുറുമ്പർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം. 1853 ഓഗസ്റ്റ് 25-നാണ് ജനനം. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണമ്മൂലിയാണ് ജന്മസ്ഥലം. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണമ്മൂലിയാണ് ജന്മസ്ഥലം. അയ്യപ്പൻ എന്നതാണ് യഥാർത്ഥ പേര്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ഷൺമുഖദാസൻ, സർവ്വവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ്. എന്തൊക്കെയാണ്? ഷൺമുഖദാസൻ, സർവ്വവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെട്ടതും ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ആദിഭാഷ എന്നിവ. വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മന ആണ്. എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയാണ് ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? ആൻസർ ഓപ്ഷൻ സി മിതവാദി. മിതവാദി പത്രത്തിൻ്റെ സ്ഥാപകൻ ടി ശിവശങ്കരനാണ്. മിതവാദി പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്റർ ആരായിരുന്നു? മൂർക്കോത്ത് കുമാരനാണ്. മിതവാദി പത്രത്തിൻ്റെ സ്ഥാപകൻ ടി ശിവശങ്കരൻ. മിതവാദി പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്റർ മൂർക്കോത്ത് കുമാരനാണ്. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ്. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ നൽകിയ ആദ്യത്തെ മലയാള പത്രമാണ് മിതവാദി.
1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ നൽകിയ ആദ്യ മലയാള പത്രം ഏതാണ്? മിതവാദിയാണ്. തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന പത്രമാണ് മിതവാദി. അടുത്ത ക്വസ്റ്റ്യൻ, കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി. കല്ലുമാല സമരം തന്നെയാണ് പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നത്. 1915 കല്ലുമാല സമരം നടന്നത്. 90-ാം ആണ്ട് ലഹള അഥവാ ഊരൂട്ടമ്പലം ലഹളയ്ക്ക് നേതൃത്വം നൽകിയതും അയ്യങ്കാളിയാണ്. 1915 ഊരൂട്ടമ്പലം ലഹള നടന്നത്. 1893 വില്ലുവണ്ടി സമരം നയിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. 1893 വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി സമരം നടത്തിയത്. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. അയ്യങ്കാളി നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? കല്ലുമാല സമരം, ഊരൂട്ടമ്പലം ലഹള, വില്ലുവണ്ടി സമരം. ഇവയൊക്കെ അയ്യങ്കാളിയാണ് നയിച്ചത്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി സിംഗപ്പൂർ. ഇതിൽ G20 കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ എന്നിവ. ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ എന്നിവ G20 കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് 2025 G20 ഉച്ചകോടി നടന്നത്. 2026 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അമേരിക്കയിലെ മിയാമിയിൽ വെച്ചാണ് 2026 G20 ഉച്ചകോടി നടക്കുന്നത്. USA മിയാമി ആണ് 2026 G20 ഉച്ചകോടി വേദി. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ് ആണ്. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഏതായിരുന്നു? ഓപ്പറേഷൻ അജയ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി. ആൻസർ ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി. എന്തൊക്കെയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കുടുംബശ്രീ ആരംഭിച്ച വർഷം എന്നാണ്? 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം.
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു മലയാളിയായ സർദാർ KM പണിക്കറും HN ഗുൻസ്രുവും. ആരൊക്കെയാണ് മലയാളിയായ സർദാർ KM പണിക്കർ, HN ഗുൻസ്രു എന്നിവർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. അടുത്ത ക്വസ്റ്റ്യൻ, മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? ആൻസർ ഓപ്ഷൻ ബി മധുര. ബാക്കിയുള്ളവ ഇന്ത്യയിലെ മേജർ തുറമുഖ പട്ടണങ്ങളാണ്. ഏതൊക്കെയാണ്? മുംബൈ, കൊച്ചി, ചെന്നൈ, കാണ്ട്ല, മംഗലാപുരം എന്നിവ ഇന്ത്യയിലെ മേജർ തുറമുഖ പട്ടണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി 2, 4. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. വിവിധോദ്ദേശ പദ്ധതിയാണ്. ബക്രാനങ്കൽ എന്ന് പറയുന്നത് വിവിധോദ്ദേശ പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ബക്രാനങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ബക്രാനങ്കലാണ്. ബക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകം ഏതാണ്? ഗോബിന്ദ് സാഗറാണ്. ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകമാണ് ഗോബിന്ദ് സാഗർ. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്